കൊല്ലം കോർപ്പറേഷൻ ഡിസംബർ 5 മുതൽ നാടകോത്സവം സംഘടിപ്പിക്കും. 15-ന് സമാപിക്കും. 5-ന് വൈകിട്ട് 5 മണിക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി മികച്ച പിന്തുണയാണ് നാടകമുൾപ്പെടെ കലകൾക്ക് നൽകി വരുന്നതെന്ന് മേയർ പ്രസന്ന ഏണസ്റ്റും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും പറഞ്ഞു. ഡിസംബർ 5-ന് മന്ത്രി ജെ ചിഞ്ചുറാണി നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. കൊല്ലം കോർപ്പറേഷൻ നടത്തപ്പെടുന്ന ഈ നാടകോത്സവത്തിൽ കൊല്ലം ജനതയെ ഏറ്റുവാങ്ങുന്നുള്ള പ്രതീക്ഷയെ കൊണ്ട് ഈ നാടകങ്ങൾ കാണുന്നതിനും വിജയിപ്പിക്കുന്നതിനും എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം കൊല്ലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നാടകോത്സവം മാത്രമല്ല, മറ്റ് കൊല്ലത്തിൻ്റെ വിവിധ വിഷയങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അത് നമുക്കറിയാം. മാലിന്യത്തിന്റെ കാര്യത്തിൽ, ജലാശയങ്ങളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട റോഡുകളുടെ കാര്യത്തിൽ, അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ, യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, വയോജനങ്ങളുടെ ഒക്കെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്രാവർത്തികമാക്കുന്നതിന് വലിയ പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. 12 നാടകങ്ങളാണ് 15 വരെയുള്ള തീയതികളിൽ അവതരിപ്പിക്കുക. ഇതിൽ കേരളത്തിലെ പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളാണ് നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ ദിവസം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിന്റെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകമാണ്. ഇതുവഴി PJ ഉണ്ണികൃഷ്ണന്റെ നാടകമുണ്ട്. ആലപ്പുഴയിലെ മരുതം തിയേറ്റർ ഗ്രൂപ്പിന്റെ പ്രത്യക്രിയ എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തമായ നാടകമുണ്ട്. അങ്ങനെ തുടങ്ങുന്ന നാടകങ്ങളാണ് 12 നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. ശക്തിയുള്ളതിന്റെ നാടകോത്സവം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. കൊല്ലം കലഗ്രാമത്തിന്റെ നാടകോത്സവം കഴിഞ്ഞു. ഈ 2 നാടകോത്സവവും കേളിയുടെ നാടകോത്സവത്തിലും കളിക്കാത്ത നാടകങ്ങളാണ് കൊല്ലം കോർപ്പറേഷൻ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. സജീവ് സോമൻ, S. ജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.